അത് OTT-ൽ ഇത്രയും സ്വീകാര്യത കിട്ടിയപ്പം എൻ്റെ പാർട്ണർ തോമസ് തിരുവല്ല അദ്ദേഹം തന്നെയാണ് എന്നോട് പോലും ചോദിക്കാണ്ട് ഡയറക്ടറെ വിളിച്ച് പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആലോചിച്ചുകൂടെ എന്ന്. അപ്പം കൃഷ്ണദാസൻ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ കൃഷ്ണദാസിന് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇല്ല. എന്ന് വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റ് ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് ചെയ്തൊരു പടമാണ്. പിന്നീട് സെക്കൻഡ് പാർട്ടിനെ പറ്റി ആലോചിക്കാൻ എന്താണ് ആലോചിക്കേണ്ടത്? പക്ഷേ കൃഷ്ണദാസ് ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ഡയറക്ടറാണ്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ, അവൻ സ്കോർ ചെയ്യും. ഈസ് എ ബ്രില്യൻ ഗായ്. അവൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പ്ലോട്ട് ഫോം ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് പറയുവാണ് ഇതാണ് സംഭവം. അപ്പോൾ ദാസനെ കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ വേറെ ഷൂട്ടിംഗ് ഇതിലൊക്കെ ആയിട്ട് ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. തോമസ് ചേട്ടൻ ആ സമയത്ത് ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ദാസനെ കാണുകയും ദാസൻ അതിൻ്റെ മൊത്തം 1 ലൈൻ തോമസിൻ്റെ പറഞ്ഞു. തോമസ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സൈജു അവൻ കൊള്ളാം കേട്ടോ, അവനൊരു ഉഗ്രൻ സാധനമാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തിടുക്കായി. അങ്ങനെ ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ട് എറണാകുളത്ത് ഏറ്റവും ആദ്യം ഞാൻ ദാസനെ വിളിച്ചിട്ട് എടാ പറഞ്ഞാൽ എന്താ പരിപാടിയെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര രസം. അതായത് ഇനി ഈ ഫാമിലിയിലുണ്ടാകാൻ പോകുന്ന കോൺഫ്ലിക്റ്റ് ചില്ലറ കോൺഫ്ലിക്റ്റ് അല്ല, ഒരു ഭീകര കോൺഫ്ലിക്റ്റാണ് ഈ ഫാമിലിയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതാണ് ഡാർക്ക് ഹ്യൂമർ. ക്രൈം സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പം ഫസ്റ്റ് ഒരു മോഷൻ പോസ്റ്റർ വന്നായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് കണ്ടില്ലേ ചോരയുണ്ട്, കയ്യിൽ ചോര ഉരുണ്ട കയ്യാണ് കാണിക്കുന്നത്. അപ്പോൾ ക്രൈം ഉണ്ടെന്ന് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും. ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ പ്ലസ് കോമഡിയാണ്. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്.